നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. വിഷുപ്പുലരിയിൽ അതിൻ്റെ സന്തോഷത്തിൽ സമൃദ്ധിയിൽ നിൽക്കുന്ന മലയാളികൾക്ക് ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കുകയാണ്. നമ്മൾ അതിനു മുമ്പ് ആദ്യം നോക്കുക രാജ്യാന്തര രംഗത്തെ ഡെവലപ്മെൻറ്റുകളാണ്. അവിടെ പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം വിശദമായി. ഒപ്പം ഗുരുവായൂരിലെ ശബരിമലയിലെയും ഒക്കെ കാഴ്ചകൾ കാണാം വിഷുദിനത്തിൽ. ആദ്യം തലക്കെട്ട്. വിഷുവിനെ വരവേറ്റ് മലയാളം. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും ആഘോഷം. ഗുരുവായൂരിലും ശബരിമലയിലും ആറന്മുളയിലും വൻ ഭക്തജനത്തിരക്ക്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ആണവ പദ്ധതി ഉപേക്ഷിച്ചാൽ ഇറാന് വൻ ഓഫറെന്നും പ്രഖ്യാപനം. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് നീക്കം. US സംഘം വീണ്ടും ഇസ്ലാമാബാദിലെത്തിയേക്കും. മരണത്തിൽ കോളേജിനെതിരെ നടപടിക്ക് സാധ്യത. കർശന നടപടി വേണമെന്ന് VC-യോട് ഗവർണർ. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി നാളെ കോളേജിലെത്തും. വിദ്യാർത്ഥികളിൽ നിന്നുൾപ്പെടെ മൊഴിയെടുക്കും. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന്. 3 ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. മണ്ഡല പുനർനിർണയത്തിൽ സമവായത്തിന് കേന്ദ്ര നീക്കം. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴകം. കന്യാകുമാരിയിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. വൻ പ്രഖ്യാപനങ്ങളുമായി BJP. അധികാരമാറ്റത്തിന് ബീഹാർ. മുഖ്യമന്ത്രിയായി സമ്രാട് ചൗധരിയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. സംസ്ഥാനത്ത് BJP മുഖ്യമന്ത്രിയാവുന്നത് ആദ്യം. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെ മറ്റെല്ലായിടത്തും മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ആശാവഹമായിട്ടുള്ള പുരോഗതിയുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമായി അടുത്ത ഘട്ട ചർച്ച ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ വമ്പൻ ഓഫറുകളും മുന്നോട്ട് വയ്ക്കുകയാണ് അമേരിക്ക. ഇതിനിടെ US ലബനൻ ഉദ്യോഗസ്ഥ തല ചർച്ചകളും നടക്കുന്നുണ്ട്. വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്നാണ്. പക്ഷേ അത് അമേരിക്കയുടെ ഒരു മുട്ടുമടക്കലാണ് എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. എന്താണ് നിലവിലത്തെ ഈ അമേരിക്കൻ പ്രതികരണത്തെ എങ്ങനെ കൂട്ടി വായിക്കണം വിനോദ്? എൽദോ, ഈ വെടിനിർത്തൽ തുടരുകയാണ്. മാത്രമല്ല അടുത്ത ആഴ്ച വീണ്ടും ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കടക്കും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുരഞ്ജന സംഭാഷണത്തിലേക്ക് കടക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. അതൊരു ശുഭസൂചനയാണ്. കാരണം യുദ്ധം അവസാനിക്കുക എന്നത് എല്ലാ ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഇടപെടൽ തുടരുന്നുണ്ട്. ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ തർക്കങ്ങളിൽ ഒന്നാമത്തെ കാരണമായി നിൽക്കുന്നത്. അതിൽ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത് ഇറാന്റെ പക്കലുള്ള യുറേനിയം തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ ആണവ രാജ്യമാകില്ല എന്ന ഒരു കാര്യം അത് ഒഴിവാകുന്നു. ഇസ്രയേലും അമേരിക്കയും ആശങ്കപ്പെടുന്നത് അത്തരമൊരു കാര്യമാണ്. ഇറാൻ ആണവ രാജ്യമാകുമോ, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ശക്തിയായി മാറിയാൽ ഒരുപക്ഷെ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിന് നേരെ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് അവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവിടെയാണ് റഷ്യയുടെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ ഇപ്പോൾ ഒരു കാര്യം വന്നിരിക്കുന്നത്. യുറേനിയം റഷ്യ ശേഖരിക്കാം എന്ന വാഗ്ദാനം നൽകുന്നു. മാത്രമല്ല ഇറാനിൽ നടക്കുന്ന ഈ ആണവ കേന്ദ്രങ്ങളുടെ അതിൻ്റെ ചുമതലയൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനമൊക്കെ തന്നെ റഷ്യൻ നിർമ്മിത രീതികളാണ്, അല്ലെങ്കിൽ റഷ്യയുടെ സംവിധാനങ്ങളാണ്. അതെല്ലാം തന്നെ തിരിച്ചെടുക്കാനുള്ള ഒരു നിലപാടിലേക്ക് റഷ്യ പോകുമ്പോൾ അതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ്. അവിടെയാണ് ഇറാൻ്റെ ഈ ഊർജ്ജ പ്രതിസന്ധി വരുന്നത്. ഇറാൻ കഴിഞ്ഞ ചർച്ചകളിലും ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിലുമൊക്കെ തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചൊരു കാര്യം, തങ്ങൾ ഈ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരം പ്ലാന്റുകൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നതെന്ന കാര്യമാണ്. അവിടെയാണ് അമേരിക്കയുടെ ഓഫറുകൾ മുന്നോട്ട് വരുന്നത്. അമേരിക്ക ചില ഓഫറുകൾ ഇപ്പോൾ വയ്ക്കുകയാണ്. ഈ ഒത്തുതീർപ്പ് ധാരണയിലെത്തിയാൽ, അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇറാൻ കൂടി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകുമെന്ന കാര്യം അമേരിക്ക ഉറപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് അവരുടെ ഈ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിന്
വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് തങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന കാര്യം US പറയുന്നുണ്ട്. മറ്റൊന്ന്, അവർക്ക് മേൽ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളാണ്. ഏതാണ്ട് 11 ലക്ഷം കോടിയുടെ ആസ്തികളാണ് ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഇസ്രായേലിൻ്റെ ആസ്തി ഇങ്ങനെ ഫ്രീസായി നിൽക്കുന്നത്. ഇത് വിട്ടുകൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ പുനർനിർമ്മാണം, ഹോർമൂസ് വഴിയുള്ള ഈ കപ്പൽ ഗതാഗതം, മാത്രമല്ല പല രാജ്യങ്ങൾക്കും ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഇളവ് നൽകുന്ന കാര്യം അമേരിക്ക ആലോചിക്കും. ആ തരത്തിൽ വലിയ ഒരു ഓഫർ, കാരണം ഭാവിയിൽ ഇറാന് സാമ്പത്തികമായി വലിയ തോതിൽ ഉയരാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സാഹചര്യം ഒരുക്കാമെന്ന ഉറപ്പാണ് അമേരിക് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനോട് എങ്ങനെ ഇറാൻ പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അറഗാച്ചി, അവരുടെ വിദേശകാര്യമന്ത്രി, ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വാക്കായി തന്നെ പറഞ്ഞത് എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുമെന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ JD വാൻസിൻ്റെ ഒരു പ്രതികരണവും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ദീർഘകാലമായുള്ള ഒരു അവിശ്വാസമാണ്. അത് പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ചിടും പോലെ അവസാനിക്കുന്നൊരു കാര്യമല്ല. അത് ചർച്ചകളിലൂടെ, ഉറപ്പുകളിലൂടെ, എഗ്രിമെൻറ്റുകളിലൂടെ മാത്രമേ അത്തരമൊരു വിശ്വാസം ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകൂ. അതുകൊണ്ട് ചർച്ചകൾ തുടരേണ്ട ആവശ്യകതയുണ്ട്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയും ട്രംപുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. 45 മിനിറ്റാണ് ഈ ചർച്ച നീണ്ടത്. മോഡി തന്നെ ഈ കാര്യം പിന്നീട് എക്സിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല, ഈ യുദ്ധം അവസാനിപ്പിക്കണം, ലോകത്ത് സമാധാനം പുലരണം, മറ്റ് ഭീഷണികൾ അത് ഒഴിവാക്കുന്നതിന് ഇന്ത്യ കൂടി അമേരിക്കയ്ക്കൊപ്പം നിൽക്കും എന്ന കാര്യമൊക്കെ ഒരു ഉറപ്പായി നൽകുകയും ആ തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭാഷണം തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു തടസ്സം നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ നിലപാടാണ്. ഇസ്രായേൽ ഇതുവരെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ലെബനനിലേക്ക് വീണ്ടും ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസവും ലെബനനിലേക്ക് ആക്രമണം ഉണ്ടായി. നെതന്യാഹു ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളോട് യോജിക്കുമെന്ന് കരുതുക വയ്യ. പക്ഷേ അമേരിക്കൻ ജനത ഇതിപ്പോൾ വലിയൊരു ബാധ്യത എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇസ്രായേലിനെ സഹായിക്കാൻ ചാടിപ്പുറപ്പെട്ട് അമേരിക്ക വലിയ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. UN-ൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് 2.5 ദശലക്ഷം ആളുകൾ കൊടും ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ യുദ്ധം തുടർന്നാൽ ലോകത്താകമാനമുള്ള ജനങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി വലിയ തോതിൽ ബാധിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഏതാണ്ട് 2.5 ദശലക്ഷം ആളുകൾ വലിയ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ടെന്ന് UN റിപ്പോർട്ട് വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഒരു ആശാവഹമാകുന്നത്. പാകിസ്ഥാൻ്റെ ചില നിർദ്ദേശങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഈ വെടിനിർത്തൽ തുടരണം എന്ന കാര്യമാണ്. കാരണം ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്, ചർച്ചകൾക്ക് വേദികളുണ്ട്. ഒരു കാര്യം കൂടി, ഈ ഹോർമുസിൽ അവിടെ അമേരിക്കയുടെ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ പരിഹാസം, ഒരു കപ്പലല്ല 5 കപ്പലുകളാണ് അവിടെ ഇറാൻ്റേതായി, അല്ലെങ്കിൽ ഇറാൻ്റെ സൗഹൃദമുള്ള കപ്പലുകൾ കടന്നുപോയത് എന്നുള്ളതാണ്. മാത്രമല്ല, ചൈനയുടെ കപ്പലും ഹോർമുസ് വഴി കടന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എൽദോ, ഇതിൽ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യമെടുക്കാം. ഇന്ത്യയുടെ കപ്പലുകൾ വന്നാൽ തടയില്ലെന്ന് ഇറാനും അമേരിക്കയും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുമായി ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലാണ്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ, മറ്റ് പല രാജ്യങ്ങളുടെയും കാര്യത്തിൽ. ചൈനയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യസ്തമായൊരു നിലയുള്ളത്. കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒരു കപ്പൽ ഹോർമുസ് കടന്നു പോയിരുന്നു. പിന്നീട് 2 കപ്പലുകളെ തടയുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ചൈനയുടെ ഒരു വിശദീകരണം കൂടി വന്നിരുന്നു. ഇത് നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്, അപകടകരമായ സമീപനമാണ് ഉണ്ടാകുന്നത്. അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കൻ സേനയാണ് ചൈനീസ് കപ്പലുകളെ തടഞ്ഞത്, അവിടെ ഒരു ഉപരോധം തീർത്തത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ ചൈന രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ താൽക്കാലികമാണ്. ഇതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ആദ്യം ഒരു ചർച്ച നടന്ന് ആ ചർച്ചകൾ ഏതാണ്ട് ഫലപ്രദമെന്ന് ഒമാൻ വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഖമനേയി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം
കൊല്ലപ്പെടുന്നു. ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം ഒരു വശത്ത് മധ്യസ്ഥ ചർച്ച നടത്തുകയും അതിൽ പലവിധ ഒത്തുതീർപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഈ സംഘർഷത്തിലേക്ക് പോകില്ല എന്ന ഒരു ധാരണയിലെത്തുകയും അതിനുശേഷം നിമിഷങ്ങൾക്കകം ആക്രമണം ആരംഭിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അരകാച്ചിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും, ഏതടിസ്ഥാനത്തിൽ വിശ്വസിക്കുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ JD വാൻസ് കുറച്ചുകൂടി പക്വതയുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ട്രംപിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ വാൻസ് പ്രതികരിക്കുന്നു എന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് പൊടുന്നനെ തീരുന്നൊരു കാര്യമല്ല, അവിശ്വാസമുണ്ട്, ഇരു രാജ്യങ്ങൾക്കിടയിലും അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ ധാരണകൾ ഒരു തീരത്തെത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും, യുദ്ധം ഒഴിവാകുന്ന നിലയുണ്ടാകും. ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. അമേരിക്ക എന്താണോ ലക്ഷ്യം വെച്ചത് അത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നൊരു പ്രസ്താവനയാണ്. പക്ഷേ അത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഈ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായും ട്രംപ് പറഞ്ഞിരിക്കുന്നു അവർ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തി എന്ന കാര്യം. അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് യുദ്ധത്തിലേക്ക് പോകണം എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതേസമയം അമേരിക്കയിലെ ചില സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയുണ്ട്, അവരുടെ സർവേ ഉണ്ട്. അതിലൊക്കെ തന്നെ ട്രംപുമായി ബന്ധപ്പെട്ടവരുടെ ആസ്തി വലിയ തോതിൽ കുതിച്ചുയർന്നു എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുദ്ധ സമയത്തൊക്കെ തന്നെ വലിയ തോതിൽ അവരുടെ ആസ്തി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ട്രംപിൻ്റെ മകനടക്കമുള്ള വ്യക്തികൾക്ക് വലിയ നിർണായക സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ട്രംപിനും ആ തരത്തിലുള്ള ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. ഒരു വലിയ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. ഈ യുദ്ധം ആർക്കൊക്കെയാണ് ഗുണമുണ്ടാക്കുന്നത് എന്നത് ആ വശത്തു കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആർക്ക് അത് മെച്ചമുണ്ടാക്കും? മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നു. മാർപ്പാപ്പയെ തന്നെ വിമർശിക്കുന്ന നിലയിലേക്ക് ട്രംപ് മാറുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഒരു ആശാവഹമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ചർച്ചകളിലൂടെ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കാം. ഉടൻ തന്നെ ആ ചർച്ചകൾ ആശാവഹമായ രീതിയിൽ തന്നെ പുരോഗമിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇസ്ലാമാബാദിലേക്ക് തന്നെ വീണ്ടും അമേരിക്കൻ സംഘം എത്തുമെന്നാണ് കരുതേണ്ടത്. പക്ഷേ ഇതിനിടയിലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിൽ എത്തുന്നുണ്ട്. വൈകിട്ട് 3 മണിക്ക് വേപ്പമൂട് കാമരാജ് പ്രതിമ ജംഗ്ഷൻ മുതൽ വടശ്ശേരി MGR പ്രതിമ ജംഗ്ഷൻ വരെയാണ് റോഡ് ഷോ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് നാഗർകോവിലിലേക്ക് പോവുക. റോഡ് ഷോയിൽ ഏകദേശം 50,000 പ്രവർത്തകർ പങ്കെടുക്കും എന്നാണ് NDA നേതാക്കൾ അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം ഉജ്ജ്വല വിജയം നേടുമെന്നും ദ്രാവിഡ മോഡൽ 2.0 സർക്കാർ അധികാരത്തിൽ വരുമെന്നും പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. റാണിപ്പേട്ടിലും രാംനാഥപുരത്തും നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡൽഹി ടീമിനെ പരാജയപ്പെടുത്തി തമിഴ്നാട് ടീമിനെ വിജയിപ്പിക്കാനാണ് താൻ വരുന്നത് എന്ന് വോട്ടർമാരോട് സ്റ്റാലിൻ പറഞ്ഞു. ക്ഷേമ പദ്ധതികളും വായ്പാ ഇളവുകളും പ്രഖ്യാപിച്ചാണ് തമിഴക വെട്രിക്കഴകം പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിലെ കർഷകരുടെ വിളവായ്പകൾ എഴുതിത്തള്ളുന്നതുൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് അധ്യക്ഷൻ വിജയ് നടത്തിയിരിക്കുന്നത്. വിഷു ആഘോഷിക്കുകയാണ് മലയാളം. ഇന്ന് വിഷുവാണ്. സമൃദ്ധിയുടെ പുലരിയിൽ നന്മയുടെയും സന്തോഷത്തിൻ്റെയും സൂര്യകിരണങ്ങളെ സ്വീകരിക്കുകയാണ് മലയാളം. കേരളത്തിൻ്റെ കാർഷിക പൈതൃകത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പന്നത വിളിച്ചോതുന്ന വിഷുദിനത്തിൽ എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു ന്യൂസ് 18 പ്രേക്ഷകർക്ക്. ഗുരുവായൂരടക്കം പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണിക്കാഴ്ചയൊരുക്കി വീടുകളിലും വിഷു ആഘോഷിക്കുന്നുണ്ട്. വിഷു കൈനീട്ടവും പുതിയ കോടിയെടുത്തുമൊക്കെ മലയാളികൾ ആഹ്ലാദമാക്കുകയാണ് ഈ നിമിഷങ്ങൾ. വിഷു ആഘോഷങ്ങൾ അത് നാടുനീളെ നടക്കുന്നു. വീടുകളിൽ ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റെ ആചാരങ്ങൾ നടക്കുകയാണ്. നമുക്ക് ആദ്യം പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ ശബരിമലയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ആറന്മുളയിൽ തിരക്കുണ്ട്. ശശിനാരായണൻ കൂടുതൽ വിവരം നൽകും പത്തനംതിട്ടയിൽ നിന്ന്. പുലർച്ചെ 4-ന് ശബരിമല നട തുറന്ന സമയം മുതൽ വലിയ തിരക്കാണ് വിഷുക്കണി ദർശനത്തിനായി സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. എന്തായാലും
മലയാളികളടക്കമുള്ള തീർത്ഥാടകരാണ് സന്നിധാനത്ത് ഏറെയും എത്തിയിട്ടുള്ളത്. ഇതര സംസ്ഥാന തീർത്ഥാടകരുമുണ്ട്. ഇന്നലെ അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിനുള്ളിൽ വിഷുക്കണി ഒരുക്കി വെച്ചിരുന്നു. പുലർച്ചെ 4 നട തുറന്നതിന് ശേഷം ദീപങ്ങൾ തെളിയിച്ചതിന് ശേഷം അയ്യപ്പനെ വിഷുക്കണി കാണിച്ചതിന് ശേഷമാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനുള്ള അവസരം ലഭിച്ചത്. തുടർന്ന് മേൽശാന്തിയും തന്ത്രിയും കൂടി ഭക്തർക്ക് വിഷു കൈനീട്ടവും ശബരിമലയിൽ നൽകി. രാവിലെ പുലർച്ചെ 4 മുതൽ 7 വരെയാണ് ഈ വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഉഷപൂജകളിലേക്ക് കടന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ വിഷു ദിവസം ശബരിമലയിൽ എത്തുക, അയ്യപ്പനെ കാണുക, ദർശിക്കുക എന്നുള്ളത് ഒരു പുണ്യമായി കരുതുന്നു. കാരണം ഒരു വർഷക്കാലം ഒരു ഭാഗ്യ ദിവസമായി, മലയാളികളുടെ ഒരു ഭാഗ്യ ദിവസമായി ഈ വിഷുക്കണി ദിവസത്തെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. പുലർച്ചെയും വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷെ അതേസമയം അല്പസമയം ഒരു 7-8 മണിയോടുകൂടി തന്നെ ആ തിരക്കിന് അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും തീർത്ഥാടകരുടെ ഒരു തിരക്ക്, നേരിയ തിരക്ക് സന്നിധാനത്തുണ്ട്. ആറന്മുളയിലും സമാനമായ രീതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ആറന്മുളയും ശബരിമലയുമാണ് ഈ വിഷു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങൾ. അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിഷുക്കണി ദിവസം വിഷുക്കണിയും അതുപോലെ തന്നെ വിഷു കൈനീട്ടവും അത് പ്രധാനമാണ് സന്നിധാനത്ത് ശബരിമലയിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു തീർത്ഥാടകരുടെ തിരക്ക് ഇന്നലെ മുതലുണ്ടായിട്ടുണ്ട്. അല്പം തിരക്ക് ഇപ്പോൾ കുറവുണ്ടെങ്കിലും ഇന്നലെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഏപ്രിൽ 18 പൂജകൾക്ക് ശേഷം ഏപ്രിൽ 18 രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടി എന്തായാലും ഈ വിഷു കാല ദിവസം വിഷുവുമായി ബന്ധപ്പെട്ടുള്ള ശബരിമല നട ഏപ്രിൽ 18 അടയ്ക്കുന്നത്. ശരി, ഇനി നമ്മൾ കൊച്ചിയിലും ഈ വിഷുവാഘോഷം അത് ഗംഭീരമായി തന്നെ നടക്കുകയാണ്. അവിടെ ചിറ്റൂരപ്പൻ എന്ന് പറയുന്ന ചിറ്റൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. മലയാളി ഗൃഹാതുരത്വത്തോടെ ചേർന്ന് വയ്ക്കുന്ന ആഘോഷങ്ങളിൽ ഒന്നുകൂടിയാണ് വിഷു ദിവസം വലിയ രീതിയിലേക്ക് ക്ഷേത്രങ്ങളിലുള്ള തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നു. ഇന്ന് ഒരു കാർഷിക ആരംഭത്തിൻ്റെ ദിവസം, അങ്ങനെയുള്ള സമൃദ്ധിയുടെ ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ, ഈ ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ചടങ്ങുകളുടെ തുടക്കം തന്നെയായിരുന്നു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വിഷു സമൃദ്ധമായ കണി കണ്ട് ഉണർന്ന വിഷുക്കണി ഒരുക്കി, വീടുകളിൽ വിഷുക്കണി ഒരുക്കി അത് കണ്ടുണർന്ന് പിന്നീട് കുട്ടികൾക്കും താഴെയുള്ളവർക്കെല്ലാം വിഷുക്കൈ നീട്ടം നൽകിക്കൊണ്ട് അതിൻ്റെ ആ ദിവസങ്ങളുടെ ഒരു ധന്യതയിലേക്ക് കടന്നു പോകുകയാണ് വിഷു ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ രീതിയിൽ ഭക്തർ, വിശ്വാസികൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു. പിന്നീട് വിഷു സദ്യ ഒരുക്കി വീടുകളിൽ വിഭവസമൃദ്ധമായ രീതിയിൽ വിഷു സദ്യയെല്ലാം ഒരുക്കിക്കൊണ്ട് ഈ ദിവസം ഒരു കൂട്ടിച്ചേരലിൻ്റെ കൂടി ഒരു പകിട്ടാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കൈനീട്ടമൊക്കെ കിട്ടിയോ? ആണോ? ആരെ കൈനീട്ടൊക്കെ തന്നെ ആണോ? പണിയൊക്കെ കണ്ടോ വീട്ടില്? ഇഷ്ടമായോ? ഇഷ്ടായി. പടക്കൊക്കെ പൊട്ടിച്ചോ? പടക്കം പൊട്ടിച്ചു. ഇനി എന്താ പരിപാടി? ഇനി രാത്രി പടക്കം പൊട്ടിക്കും. സദ്യയൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ 4:30 മണിക്ക് ഭഗവാന്റെ മുന്നിൽ നമ്മൾ കണി വച്ചു. ആ സമയം മുതലേ ഇവിടെ നല്ല ഭക്തജന തിരക്കാണ്. ഇപ്പോഴും ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ ദർശിക്കാനും അദ്ദേഹത്തിന് വേണ്ട നിവേദ്യങ്ങൾ സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര്, കുട്ടികളും അടക്കം ധാരാളം പേര് എത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസം കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് അമ്പലത്തേക്ക് വന്നു. ഡ്യൂട്ടി ഉണ്ട്. ഇല്ല, ഇന്ന് പോകുന്നില്ല. ഇന്ന് ഡ്യൂട്ടിക്ക് കയറണം. കുഴപ്പമില്ലാതെ ആഘോഷിക്കണം. സദ്യ കഴിക്കണം. അങ്ങനെ തന്നെ. അതെ, ഡ്യൂട്ടികളുണ്ട്. കഴിഞ്ഞു. ദൂരെയുള്ള കുടുംബാംഗങ്ങളെല്ലാം വീടുകളിലേക്ക് എത്തിക്കൊണ്ട് ഈ ദിവസത്തിൻ്റെ ഒരു ആഘോഷങ്ങളിലെല്ലാം തന്നെ പങ്കുചേർന്നുകൊണ്ടാണ് ഈ ദിവസം കടന്നു പോകുന്നത്. ക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളിലും വിഷുക്കണി കാഴ്ചയൊരുക്കിയിരുന്നു. പുലർച്ചെ മുതൽ തന്നെ 3 മണിയോടുകൂടി തന്നെ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഇവിടുത്തെ ഒരു പൂജാ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്തായാലും വലിയ തിരക്ക് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നു. ഇതിൻ്റെ ഒരു ആഘോഷം, അതിൻ്റെ ഒരു പൊലിമ എല്ലാം തന്നെ വീടുകളിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു
ഈ ദിവസത്തിൻ്റെ ഒരു കൂടിച്ചേരലെല്ലാം തന്നെയാണ്. അത് എത്രത്തോളമുണ്ട് ഈ ദിവസത്തിൻ്റെ സന്തോഷം എന്നതെല്ലാം തന്നെ ഓരോരുത്തരുടെയും മുഖങ്ങളിൽ വളരെ തെളിഞ്ഞ് കാണാവുന്ന രീതിയിൽ തന്നെയാണ്. ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന വിശ്വാസികളെല്ലാം തന്നെയും ഈ ദിവസത്തിൻ്റെ ഒരു ആഘോഷം, അതിൻ്റെ ഒരു തെളിമ എല്ലാം തന്നെ പങ്കിടുന്നത് ആ ഒരു കൂടിച്ചേരലിൻ്റെ സന്തോഷമാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ കുടുംബങ്ങളിലേക്കെല്ലാം തന്നെ ആളുകൾ എത്തിച്ചേരുന്നു. ആ ഒരു സന്തോഷം, അതിൻ്റെ ഒരു നിറവ് തന്നെയാണ് വിഷു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വിഷുക്കണി ഒരുക്കിക്കൊണ്ട് പിന്നീട് വിഷുക്കൈ നീട്ടം നൽകിക്കൊണ്ട് സമൃദ്ധമായ രീതിയിലുള്ള വിഷുസദ്യ ഒരുക്കിക്കൊണ്ട് അങ്ങനെ ആഘോഷങ്ങൾ അതിൻ്റെ ഒരു പാരമ്യതയിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു. ഒത്തുചേരൽ, കൂടിച്ചേരൽ, ഇതെല്ലാം തന്നെയാണ് വിഷുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായെല്ലാം തന്നെ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു ആഘോഷത്തിൻ്റെ തെളിമയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മലയാളി തൻ്റെ ഒരു കാർഷിക സമൃദ്ധിയുടെ ഒരു ആരംഭമെല്ലാമായിട്ട് കണക്കാക്കുന്ന വിഷുവിൻ്റെ ഒരു ആഘോഷങ്ങളിലൂടെ നടന്നു നീങ്ങുന്നത്. വലിയ തിരക്ക് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തിരക്ക് തന്നെയാണ് എല്ലായിടത്തും തന്നെ കാണാൻ കഴിയുന്നത്. ഡാൻ ഇപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഇനി ഓരോ നാട്ടിലും ഓരോ ശൈലിയിലാണ് വിഷു ആഘോഷിക്കുന്നത്. ഈ ആചാരങ്ങൾക്ക് അല്പം വ്യത്യാസവുമുണ്ട്. വിഷുവിനെ ഒരു കാർഷിക സംസ്കൃതിയുടെ ആഘോഷമായിട്ടാണ് വള്ളുവനാട് അത് കൊണ്ടാടുന്നത്. എന്നാലും പെരിന്തൽമണ്ണയിൽ നിന്ന് CV അനുമോദന് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. വിഷു ദിവസം നമുക്കെല്ലാം ഓരോ നാട്ടിൽ ഓരോ തരത്തിലാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ആചാരങ്ങളൊക്കെ വ്യത്യസ്തമാണ്. നമ്മളുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിൽ, അതായത് ഒരു വള്ളുവനാടൻ ശൈലിയിലുള്ള വിഷു ആഘോഷമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ വിഷുവിൻ്റെ അന്ന് രാവിലെ കൈക്കോട്ട് പൂജിക്കുക, അതേപോലെ വിഷുച്ചാലി കീറുക, അങ്ങനെ കുറേ ചടങ്ങുകളാണുള്ളത്. ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് കാഴ്ചകൾ കാണാം. അച്ഛനാണ് ഈ ദിവസം പൂജകൾ, ഇവിടുത്തെ ആചാരപ്രകാരം നമ്മൾ കാലങ്ങളായി ചെയ്യുന്ന പൂജകളാണ്. അതായത് ഒരു കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് വിഷു ആഘോഷം. അപ്പോൾ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈ കൈക്കോട്ട, തൂമ്പ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ പൂജിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. പക്ഷേ നമ്മൾ ഈ പൂജയുടെ സങ്കല്പം എന്താ? പൂജ നമ്മളൊരു കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രകൃതിയെയാണ് നമ്മളിപ്പോൾ പൂജിക്കുന്നത്. പ്രകൃതിയാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള കൃഷി കൊണ്ട് അഭിവൃദ്ധിയോ കാര്യങ്ങളും തരുന്നത്. അപ്പോൾ ആ പ്രകൃതിയെ നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയുടെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കൃഷി കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൂജയോടുകൂടി തുടങ്ങുന്നു. അതോടുകൂടി നമുക്ക് ശുഭമായിട്ടുള്ള കാർഷിക ഫലങ്ങൾ ഉണ്ടാവുമെന്നാണ് സങ്കല്പം. പണ്ടൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ വിഷുച്ചാല് കീറുക, വിഷു അല്ലേ? അതെ, വിത്ത് വിതയ്ക്കുക. ഇതിന് ശേഷമാണ് ഈ ആയുധം കൊണ്ട് വിത്ത് കോറിയും കൊണ്ട് കൈക്കോട്ട് ചാല കൊണ്ട് അതിൽ വിത്ത് വിതയ്ക്കുന്നു. പിന്നെ അതുമായിട്ടാണ് നമ്മൾ കൃഷി പണിക്ക് ഇറങ്ങുക. എന്താ നേദിക്കുന്നത്? ഇന്നിപ്പോൾ അത് അട ഉണ്ട്, പഴമുണ്ട്, ശർക്കര തുടങ്ങിയ പ്രകൃതിയെ ആരാധിക്കുക അല്ലേ? അതെ, സത്യം ചർത്താൻ വിളിച്ചാമി. ഇവിടെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട്, ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള പൂജകൾ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ആഘോഷങ്ങളുണ്ട്. നമുക്ക് കുട്ടികളുടെ ആ ഒരു ആഘോഷം കൂടി ഒന്ന് കാണാം. വിഷു എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പൂത്തിരിയും കമ്പിത്തിരിയും അതോടൊപ്പം വിഷുക്കൈന്നിട്ടൊക്കെയാണ്. ഇതാ, ആഹാ, എന്താണ് വിഷുവിന്റെ ആഘോഷം? എങ്ങനെയാ? പിന്നെ എങ്ങനെയാ ആഘോഷം? ഞാനോട്ടാ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാവർക്കും എന്റെ വക ഹാപ്പി വിഷു. എന്താ വിഷു ദിവസം പരിപാടി? പടക്കം അങ്ങനെ പൊട്ടിക്കുക. പിന്നെ രാവിലെ നീക്കുമ്പോ കണി കണ്ടു. വിഷുക്കടം കിട്ടിയോ? ആ, കിട്ടി. വിഷുക്കടം കിട്ടി. അപ്പൊ എല്ലാരും സന്തോഷിച്ചിരിക്കുന്നു. അതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് വിഷുവിന്റെ ആഘോഷങ്ങൾ. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇനിയുള്ള സമയം കളിക്കുക. ഓക്കെ. അതാണ് ഈ പൂജയുടെ ചടങ്ങുകളൊക്കെ അങ്ങനെയാണ്.
ഇവിടെ ചടങ്ങുകളും ഇതേ സമയത്ത് പൂർണ്ണമായിട്ടുണ്ട്. അങ്ങനെയാണ് വള്ളുവനാടിൻ്റെ വിഷു ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ. എൽദോ റൈറ്റ്. എന്നാലും അനുമോദ് പറഞ്ഞതുപോലെ അവിടുത്തെ ആഘോഷങ്ങളുടെ രീതി, ആചാരങ്ങളുടെ രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ മേടമാസ പുലരിയിലേക്ക് നമ്മൾ മലയാളി മനസ്സുകൾ കണി കാണിക്കുമ്പോൾ നിറഞ്ഞു പൂത്ത് നിൽക്കുകയാണ് ഈ കണിക്കൊന്നകൾ. തളിക നിറയെ കണിക്കൊന്ന ഇല്ലാതെ വിഷുക്കണിയുമില്ല. എന്നാൽ ഈ കൊന്നയും വിഷുവും തമ്മിൽ ചങ്ങാത്തം കൂടാൻ എന്തായിരിക്കും കാരണം? അതിന് പിന്നിൽ ഒരു ഇതിഹാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് കുംഭമാസം ആരംഭത്തിലാണ് കൊന്നമരങ്ങൾ തളിരിട്ട് തുടങ്ങുന്നത്. ഒരു മാസത്തിന്റെ ഇടവേള കൊണ്ട് കൊന്ന നിറയെ പൂവിടാനൊരുങ്ങും. മീനവേനലിൽ ഒരില പോലും കാണാത്തവണ്ണം പൂത്തുലഞ്ഞ പീതപുഷ്പങ്ങളാണ് മേടപ്പുലരിയിൽ മലയാളിയുടെ കണിക്കാഴ്ച. എങ്ങും വസന്തകാലത്ത് പൂവിട്ടു നിൽക്കാറുള്ള ഈ വൃക്ഷം മലയാളിയുടെ കാർഷികോത്സവത്തിന്റെ അവിഭാജ്യ ഘടകമായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ബാലിയെ മരത്തിന്റെ മറ പറ്റി നിന്ന് അമ്പെയ്തു കൊന്നു. ധർമ്മധർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട ആ യുദ്ധമുറയുടെ പേരിൽ മര്യാദ പുരുഷോത്തമനോടൊപ്പം അയാൾ ഒളിച്ചുനിന്ന മരത്തിനും ദുഷ്കീർത്തി വന്നു ചേർന്നു. അതിന് കൊന്നമരമെന്ന ദുഷ്പേര് വന്നു. ഇതിൽ മനം നൊന്ത് വൃക്ഷം മോക്ഷത്തെ തേടി. കലിയുഗത്തിൽ നിന്റെ നോവടങ്ങുമെന്ന് ഭഗവാൻ അരുൾ ചെയ്തു. അങ്ങനെ കലിയുഗത്തിൽ ഭക്തന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ കൊന്നമരത്തിന് മോക്ഷം നൽകിയെന്നാണ് ഐതിഹ്യം. ശുഭപ്രതീക്ഷയുമായി എല്ലാ വിഷുക്കാലത്തും കൊന്നമരം മലയാളിക്കായി വീണ്ടും പൂവിടുന്നു. കണിക്കൊന്നയുടെ ഈ സ്വർണ്ണത്തിളക്കം ആഘോഷങ്ങളുടെ ആവേശം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. അതിജീവനത്തിന്റെ പാതയിലുള്ള വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഇത് വീണ്ടും കാത്തിരിപ്പിന്റെ വിഷുക്കാലമാണ്. ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം വൈകുന്നതിനാൽ അർഹമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇനിയും പുതിയ വീടുകളിൽ താമസം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയ വീടുകളിലും താമസക്കാർ എത്താത്തതോടെ ഇത്തവണയും വാടക വീടുകളിലും ബന്ധുവീടുകളിലും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലാണ് വിഷു ആഘോഷിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ പണി കഴിപ്പിച്ച ടൗൺഷിപ്പിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു ടൗൺഷിപ്പിന്റെ മുമ്പിൽ നിന്ന് തന്നെ നമ്മൾ പലതവണ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം ഈ ടൗൺഷിപ്പിലെ 178ഓളം വീടുകൾ ഒരു 1.5 മാസം മുമ്പ് സർക്കാർ ഗുണഭോക്താക്കൾക്ക് നൽകിയെങ്കിലും ഇവിടെ ആരും തന്നെ താമസം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. ഒരു പക്ഷേ ഇരു മുന്നണികളും ഇലക്ഷൻ ആയുധമായി അല്ലെങ്കിൽ ഒരു പ്രചരണ ആയുധമായി തിരഞ്ഞെടുത്തത് ഈ ടൗൺഷിപ്പും അതുപോലെ തന്നെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുമാണ്. എന്നാൽ ഇപ്പം നമ്മളുള്ളത് സർക്കാരിൻ്റെ വീടാണ്. ഈ സർക്കാരിൻ്റെ വീട് ഈ 178ഓളം വീടുകൾ അന്ന് ഉദ്ഘാടനം നടത്തി താക്കോൽ കൈമാറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ താമസം ആരംഭിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, ഇപ്പോഴും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറഞ്ഞ വീടുകൾ മാത്രം പണി പൂർത്തിയായി എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ സൗകര്യമോ അല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ പണികളോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിയിട്ടില്ല, അതുപോലെ തന്നെ പണികൾ പലതും പൂർത്തിയായിട്ടില്ല എന്നുമൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ 178 വീടുകൾ സർക്കാർ കൊടുക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ അവർക്ക് താമസിക്കാനുള്ള ഒരു ഉറപ്പിന്മേലായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. തന്നെ പല ബൈറ്റുകളും നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ബൈറ്റുകൾ നമ്മൾ വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ അടുത്തോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ വിഷുവിന് ഇവിടെ
കുറച്ച് ആളുകൾ ഈ വീട് പാല് കാച്ചും എന്ന് പറഞ്ഞിരുന്നു. അത് വെച്ച് നമ്മൾ കുറച്ച് വീട്ടുകാരെ കാണാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ആർക്കും അത്തരത്തിൽ പാല് കാച്ചലോ അല്ലെങ്കിൽ വീട്ടിൽ കൂടലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ അവസ്ഥ. ഇവിടെ നമ്മൾ ടൗൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ദുരന്തം നടന്നപ്പോൾ നിരവധി ആളുകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെയായി ഏതാണ്ട് 740 കോടിയോളം സർക്കാരിൻ്റെ കയ്യിൽ ലഭിച്ചുവെങ്കിലും ഇത് ഇങ്ങനെ ഒരു മന്ദഗതിയിൽ ഇത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഏതാണ്ട് 300 കോടിക്ക് അടുത്ത് മാത്രമേ ഈ ഒരു ടൗൺഷിപ്പിന് ചെലവ് വരുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ബാക്കി പണം സർക്കാരിൻ്റെ കയ്യിൽ തന്നെ കിടക്കുകയാണ്. എന്നാൽ ഇതേപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ വീടും. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് അവിടെ തറക്കല്ലിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതും രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു തറക്കല്ലിടലും അതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ യാതൊരു പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ നമുക്ക് എടുത്തു പറയാം. അപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ സർക്കാരും ഇതേപോലെ തന്നെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പറ്റിക്കുക എന്നല്ല, ഒരുപക്ഷെ സമയബന്ധിതമായി കാര്യങ്ങൾ നടത്താതെ അവർക്കൊരു ആശ കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ലീഗിൻ്റെ വീടും ഇതുപോലെ തന്നെ ഈ സർക്കാർ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുമ്പ് നടന്നതാണ്. ഏതാണ്ട് 50ഓളം വീടുകൾ പണി പൂർത്തിയായി അവർക്ക് ആ വീടുകൾ കൈമാറി. പക്ഷേ ഇപ്പോൾ അവിടെയും ആരും താമസമില്ല. പക്ഷേ അവിടെയും പറയുന്നത് പല കാരണങ്ങളാണ്. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം ഈ പട്ടയം അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പട്ടയ കൈമാറ്റം നടന്നിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ പട്ടയ കൈമാറ്റം നടന്നിട്ടില്ലെങ്കിലും അവർക്ക് താമസിക്കുന്നതിനുള്ള എല്ലാ രേഖകളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ നേതാക്കൾ പറയുന്നത് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും കൂടി അവിടെ ഒരു ഹൗസ് വാമിംഗ് നടത്തണം, അല്ലെങ്കിൽ നേതാക്കളെ എല്ലാവരെയും വിളിച്ചൊരു വീട്ടുകൂടൽ ചടങ്ങ് നടത്തണം. അതിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്നാണ്. റൈറ്റ്. എന്തായാലും അവിടെ ഇനിയും പൂർണ്ണമായിട്ടും കയറി താമസത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത വിഷുക്കാലം ആകുമ്പോൾ അവിടെ ആ വിഷുവാഘോഷം അവിടെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും അമ്പൂണ് യാത്രയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.